അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചായ കുടിക്കുന്ന ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ചായ വെള്ളമൊക്കെ കുടിക്കുന്ന ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ എല്ലാം അളന്നിട്ടെടുക്കുന്നത്. ഇതിൽ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അളവ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ മുഴുവനായിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പഞ്ചസാര എണ്ണയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. മുഴുവൻ പഞ്ചസാര ആകുമ്പോൾ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. പഞ്ചസാരയും എണ്ണയും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് മുട്ട എടുക്കരുത്. കുറച്ച് സമയം മുട്ട പുറത്തെടുത്ത് വെച്ചിട്ട് അതിന്റെ തണുപ്പ് മാറിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ലോണം പതപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തിട്ടെടുത്താലും മതി. അപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുക. അളവ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടി എടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. മൈദയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. വീട്ടിലുള്ള ഏറ്റവും ചെറിയ സ്പൂണിൽ വേണം ബേക്കിംഗ് പൗഡർ അളന്നിട്ടെടുക്കാൻ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും നമുക്ക് വേണ്ട. ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി മറിച്ച് മിക്സ് ചെയ്യരുത്. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തടിത്തവി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുത്താലും മതി. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവും എണ്ണയൊക്കെ അളന്നെടുത്ത അതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാല് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ബദാം എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. എല്ലാം വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബദാം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി വീട്ടിലുള്ള ഇതുപോലത്തെ സാധാരണ ഒരു അലുമിനിയം പാത്രം എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക. ബാക്കിയുള്ള മാവ് അങ്ങ് മാറ്റുക. മാവ് തട്ടി കുടഞ്ഞ് ബാക്കിയുള്ള മാവ് മാറ്റിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ബദാം വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ബദാം എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലുള്ള ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ച് കൊടുത്താലും മതി. ഇനി 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ആദ്യമേ ചെയ്ത് വെക്കാം. നമ്മൾ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് അപ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 50 മിനിറ്റ് ആയി. ഞാനൊരു 40 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവാത്തത് കൊണ്ട് ഒരു 10 മിനിറ്റും കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തതായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ലതുപോലെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതിന്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കാം. അപ്പൊ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കേക്ക് നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിന് മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. ഈ ചൂടായി കിടക്കുന്ന പാത്രത്തിൽ നിന്ന് കേക്കിന്റെ പാത്രം നമുക്ക് പുറത്തെടുത്ത് വെച്ച് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടി വെക്കാം. ഇപ്പൊ കേക്കിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇനി കേക്ക് ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ണിലെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവന്റെയോ അതുപോലെ തന്നെ ബേക്കിംഗ് ടൂൾസിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൽമണ്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവന്റെയോ ബേക്കിംഗ് ടൂൾസിന്റെയോ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പം പഞ്ഞി പോലുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മുറിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ബദാമൊക്കെ വീട്ടിലുള്ള സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം കേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്